SCO ഉച്ചകോടിയിൽ ഇന്ത്യ തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. സംയുക്ത പ്രസ്താവന ഒപ്പിടിക്കുന്നു. ഇതിൽ പാകിസ്ഥാൻ ഒപ്പുവെക്കേണ്ടതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പോയതിനു ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അവിടുത്തെ സൈനിക മേധാവിയായ അസിം മുനീറും പോയി ഷീ ജിൻപിങ്ങുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. അതായത് ഫീൽഡ് മാർഷൽ പദവി കിട്ടിയ ശേഷം അസിം മുനീർ ഇത് ആദ്യമായിട്ട് ഷീയെ കാണുന്നു. എന്തായിരിക്കും ലക്ഷ്യം? അല്ല, അവർ ഒരു ഡാമേജ് കൺട്രോളാണ്. പാകിസ്ഥാൻ വാസ്തവത്തിൽ ദേ കട്ട് എ സോറി ഫിഗർ ഇൻ SCO ആൻഡ് ഇറ്റ് വാസ് ബൗണ്ട് ടു ഹാപ്പൻ. അവർക്ക് SCOയിൽ പെർമനൻറ്റ് മെമ്പറാണ്, പക്ഷേ ഈ SCO മീറ്റിങ്ങിൽ അവർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഈ SCO മീറ്റിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം അമേരിക്കൻ ഭീഷണിയെ ചെറുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു മൾട്ടി പോളാർ വേൾഡ്, അമേരിക്ക എന്ന ഒറ്റക്കൊടയുടെ കീഴിലല്ല മറ്റ് രാജ്യങ്ങൾ, ഓരോരുത്തർക്കും അവരവരുടെ കുടയുണ്ട് എന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്തുക. ഈ സ്കീം ഓഫ് തിങ്സിൽ പാകിസ്ഥാൻ ഫിറ്റാവുന്നില്ല. പാകിസ്ഥാൻ അമേരിക്കയുടെ സാമന്തരാജ്യം പോലെ പെരുമാറി. ഈ പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈനയ്ക്കും അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, പാകിസ്ഥാൻ്റെ ഈ അമേരിക്കയോടുള്ള വിധേയത്വം. ബട്ട് പാകിസ്ഥാൻ ധർമ്മസങ്കടത്തിലായത് അവർ രണ്ട് യജമാനന്മാരെ ഒരേ സമയം സേവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ചൈനയും സേവിക്കാൻ ശ്രമിച്ചു, അമേരിക്കയും സേവിക്കാൻ ശ്രമിച്ചു. അതിൽ എങ്ങനെ പോയാലും അത് ഡിസാസ്റ്റർ ആകുമായിരുന്നു. ഈ നൂർഖാൻ ബേസ് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, അത് ആണവായുധം ശേഖരിച്ച സ്ഥലമായിരുന്നു. അത് ബിൽഡ്, ഓപ്പറേറ്റഡ് ആൻഡ് ഓൺഡ് ബൈ അമേരിക്ക. നൂർഖാൻ ബേസിൽ അമേരിക്കൻ പട്ടാളക്കാരാണ് ഇതിന് കാവൽ നിൽക്കുന്നതും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതും. ഇതിൻ്റെ സയൻറ്റിസ്റ്റും സംഗതിയും എല്ലാം അമേരിക്കനാണ്. പാകിസ്ഥാൻ്റെ കയ്യിൽ അണുബോംബുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അമേരിക്കയുടെ അണുബോംബ് കൊണ്ടുവന്നിട്ട് പാകിസ്ഥാനിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ്. അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ടെക്നോളജിയോ സംഗതിയോ ഒന്നുമില്ല. അപ്പോൾ ഫലത്തിൽ ഇന്ത്യ കയറി ചവിട്ടിയത് അമേരിക്കൻ ആണവായുധത്തിൻ്റെ തലയ്ക്കാണ്. അപ്പോൾ ആ സമയത്ത് അമേരിക്കയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, പാകിസ്ഥാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ കയറി ഇത് ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ചൈനയുടെ ആയുധങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിച്ചു. അതൊന്നും തന്നെ ഇഫക്റ്റീവായില്ല. ഇത്രയധികം ഈ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം എന്ന് പറയാവുന്ന ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് 1-2 ഡ്രോൺ മാത്രമാണ് പാകിസ്ഥാന് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഇടാൻ പറ്റിയത്. അതിൻ്റെ ഒരു 10-16 പേർക്ക് പരിക്ക് പറ്റുമോ അങ്ങനെ എന്തോ ചെയ്തു, ഒരു വീട് നാശമായി. ഇതാണ് ഇന്ത്യക്ക് ആകെ കൂടെ അവർക്ക് ചെയ്യാൻ പറ്റിയ ഡാമേജ്. അതേസമയം നമ്മളവിടെ ചെയ്തതോ അവരുടെ ടെറർ ക്യാമ്പുകൾ മുഴുവൻ തകർത്തു, അവരുടെ സൈനിക ക്യാമ്പുകൾ തകർത്തു, ഇൻക്ലൂഡിങ് ന്യൂക്ലിയർ. അപ്പോൾ ഇത് ചൈനയ്ക്കും വലിയ ക്ഷീണമായി, പാകിസ്ഥാൻ അതിലും വലിയ ക്ഷീണമായി, അമേരിക്കയ്ക്ക് നാണക്കേടായി. ഇപ്പോൾ എങ്ങനെ ഈ ഇടാകൂടത്തിൽ നിന്ന് ഊരും? SCOയെ അമേരിക്ക അംഗീകരിക്കുന്നില്ല. എന്നാൽ SCOയിലെ ഒരു 10 മെമ്പർമാരിൽ ഒരാളാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന് SCO മീറ്റിങ്ങിൽ യാതൊരു പ്രസക്തിയും ഇല്ലാതെ പോകുന്നു. ആകെ ആ ജോയിൻ്റ് ഡിക്ലറേഷനിൽ ജാഫർ എക്സ്പ്രസിൻ്റെ പൊട്ടിത്തെറി അവർ എഴുതണമെന്ന് പറഞ്ഞു. അത് എഴുതുകയും ചെയ്തു. അതിനോട് ആർക്കും യോജിപ്പില്ല. ശരി, നിങ്ങൾ BLA ചെയ്ത സ്ഫോടനമാണത്, അത് കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. ഇതല്ലാതെ പാകിസ്ഥാൻ്റെ പങ്കാളിത്തം ഒരു വിഷയമേ ആയിരുന്നില്ല. ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് അവിടെ പോയിരുന്നില്ല എന്ന് വെച്ചു, അപ്പോഴും ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് SCO മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അനൗദ്യോഗികമായിട്ട് ഷീ ജിൻപിങ്ങിനെ കണ്ടിട്ട് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഞങ്ങളോട് പിണങ്ങരുത് എന്നെങ്കിലും പറയാനായിരിക്കും ഇവർ പോയിരിക്കുന്നത്. ഞങ്ങൾ നിസ്സഹായരാണ്, അപ്പുറത്ത് വലിയ ചേട്ടൻ, ഇപ്പുറത്ത് ഇളയ ചേട്ടൻ ഒക്കെ നിൽക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞു കാണും. അല്ലെ, ട്രംപിനെ വൈറ്റ് ഹൗസിൽ പോയി വിസിറ്റ് ചെയ്തു അസിം മുനീർ 2 തവണ. അന്ന് പോലും ചൈനയ്ക്ക് അതിലൊരു അതൃപ്തിയുണ്ട്. അതുകൊണ്ടായിരിക്കാം പിന്നീട് അസിം മുനീർ ചൈനയിൽ ചെന്നെങ്കിലും ചൈനീസ് പ്രസിഡന്റ് കാണാൻ സമ്മതിച്ചില്ല, വിദേശകാര്യമന്ത്രിയെ കണ്ടിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ ക്ഷണിതാവായിട്ട് എത്തേണ്ടത് ഷഹബാസ് ഷെരീഫ് അല്ലേ? എന്തിനാണ് അസിം മുനീറിൻ്റെ ഒരു സാന്നിധ്യം അവിടെ വന്നത്? അല്ല, ഷഹബാസ് ഷെരീഫാണ് ഔദ്യോഗികമായിട്ട് ക്ഷണിതാവായിട്ട് എത്തിയതും യോഗത്തിൽ പങ്കെടുത്തതും ഷഹബാസ് ഷെരീഫാണ്. അത് കഴിഞ്ഞ് പ്രൈവറ്റായിട്ട് നിങ്ങൾ പോയി കാണുമ്പോൾ അസിം മുനീർ അതിൻ്റെ കൂടെ. എന്ന് വെച്ചാൽ അസിം മുനീറാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരിക്കുന്നത്, ഷഹബാസ് ഷെരീഫ് അല്ല. ഷഹബാസ് ഷെരീഫ് ഈ
ഫീൽഡ് മാർഷൽ പദവി അസീം മുനീറിന് കൊടുത്തത് തന്നെ പ്രാണരക്ഷാർത്ഥമാണ്. കൊടുത്തില്ലെങ്കിൽ ഷഹബാസ് ഷെരീഫിൻ്റെ സ്ഥാനം തെറിക്കും, അസീം മുനീർ ഭരണത്തിൽ വരും. ഏത് നിമിഷവും അസീം മുനീറിന് ഭരണത്തിൽ വരാം. പക്ഷേ ഷഹബാസ് ഷെരീഫ് സിഗ്നൽ കൊടുത്ത് ചേട്ടൻ തന്നെയാണ് ഭരണം, ഇതാ ഫീൽഡ് മാർഷൽ പദവിയും പിടിച്ചോ, എന്ത് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതനുസരിച്ച് ഭരിച്ചോളാം, എന്നെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത്. എന്നാൽ വോട്ട് കിട്ടി, കൂടുതൽ വോട്ട് കിട്ടി അധികാരത്തിൽ വരേണ്ടിയിരുന്ന ആൾ ഇമ്രാൻഖാനായിരുന്നു. അയാൾ ജയിലിലും കിടക്കുന്നു. ഏത് നിമിഷവും അസീം മുനീർ വിചാരിച്ചാൽ ഷഹബാസ് ഷെരീഫിനെ പറപ്പിച്ചിട്ട് ഭരണം ഏറ്റെടുക്കാൻ പറ്റും പാകിസ്ഥാൻ്റെ. അത്രയ്ക്ക് പവർഫുള്ളാണ് പാകിസ്ഥാൻ്റെ ചരിത്രം തന്നെ അങ്ങനെയാണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് മിലിറ്ററി പറയുന്നത് കേൾക്കുന്നില്ല, മാനിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം മിലിറ്ററി പാകിസ്ഥാനെ ടേക്ക് ഓവർ ചെയ്യും. ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് ടൈം അസീം മുനീർ പാകിസ്ഥാൻ്റെ ഭരണാധികാരിയാകുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. അത് ചെയ്യല്ലേ, ഞാൻ ഈ കസേരയിൽ ഇരുന്നോട്ടെ, ചേട്ടൻ എന്ത് വേണമെങ്കിലും ഞാൻ തരാം എന്നുള്ള അവസ്ഥയിലാണ് ഷഹബാസ് ഷെരീഫ് നിൽക്കുന്നത്. ഇപ്പം ചൈനയോടും ഇത് തന്നെയായിരിക്കും അവർക്ക് അപേക്ഷിക്കാനുള്ളത്, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളിതിൻ്റെ നടുക്ക് പെട്ടുപോയി. ട്രംപ് പറയുന്നത് കേൾക്കാതിരിക്കാൻ വയ്യ, കാരണം ട്രംപിൻ്റെ ആണവായുധങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അങ്ങേരുടെ പട്ടാളക്കാരുണ്ട്. വാസ്തവത്തിൽ പാകിസ്ഥാനുള്ളിലെ ഒരു അമേരിക്കൻ ബേസാണത്, അമേരിക്കൻ മിലിറ്ററി ബേസ് ഇൻസൈഡ് പാകിസ്ഥാൻ. അതാണ് നൂർഖാൻ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ചൈനയാണെങ്കിൽ ചൂടാന്ന് നീ അമേരിക്കയുടെ പിന്നാലെ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, ശരി ഞാൻ വേറെ എന്ത് ചെയ്യും ചേട്ടാ, എവിടെ പോകും ഞാൻ, എനിക്ക് പോകാനൊരു സ്ഥലമില്ല. അയാൾ പറയുന്നത് കേൾക്കേണ്ട ഗതികേടിലായി ഞാൻ. അപ്പോൾ ചൈന അപ്പം ശരി പിന്നെ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിടും. കാരണം ചൈനയ്ക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ് പാകിസ്ഥാനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഇന്ത്യ ഒരു അലയായിട്ട് ചൈനയുടെ കയ്യിൽ കിട്ടുന്നു. ചൈനയ്ക്കും അതിൻ്റെ ഡേഞ്ചർ അറിയാം, ഇന്ത്യക്കും അതിൻ്റെ ഡേഞ്ചർ അറിയാം. രണ്ടു പേർക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അറിയാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സംശയിച്ച് എല്ലാമൊക്കെ നോക്കി റെഡിയാണല്ലോ, കൈ കൊടുക്കട്ടെ, കൊടുത്തോ കുഴപ്പമില്ല, അങ്ങനെയാണ് ഷീ ജിൻപിങ്ങുമായിട്ട് മോദി കൈ കൊടുക്കും. ഷീ ജിൻപിങ് ഇതുപോലെ തന്നെ എല്ലാം നോക്കിയിട്ടൊക്കെയാണ്. രണ്ടുപേർക്കും അന്യോന്യം പേടിയുണ്ട്. നമ്മുടെ പേടി ജെനുവിനാണ്. കാരണം ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ചൈന ചതിച്ച പാരമ്പര്യമേ ഉള്ളൂ. അത് നേരെയാക്കാൻ നമ്മൾ ഒരുപാട് കാലമെടുത്തു. ഈ ഡോക്ലാം ക്രൈസിസ് വന്നപ്പോഴാണ്, അതിനുശേഷം ഗൽവാൻ, ഈ രണ്ട് ക്രൈസിസിൽ ഭാരതം വളരെ സ്ട്രോങ് ആയ നിലപാടെടുത്തു. ഒരു ഇഞ്ച് സ്ഥലം പോലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ 24 പട്ടാളക്കാർ മറ്റോ, എനിക്ക് ആ നമ്പർ ഞാൻ മറന്നുപോയി, മരിച്ചുപോയി. അവരുടെ 36 പേരെ നമ്മൾ കൊന്നു. അപ്പോൾ അതിർത്തിയിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ധാരണയനുസരിച്ച് ആയുധങ്ങൾ എടുക്കാൻ പാടില്ല, ഒരു കത്തി പോലും ഉപയോഗിക്കാൻ പാടില്ല. എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായി വന്നു കഴിഞ്ഞാൽ കൈകൊണ്ട് വേണം നേരിടാൻ. അപ്പം നമ്മളുടെ ബീഹാർ റെജിമെൻറ്റ് കഴുത്തൊടിക്കാൻ ട്രെയിനിങ് ഉള്ള ആൾക്കാരാണ്, ഇതെടുക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ഒരു പ്രത്യേക രീതിയിൽ കഴുത്തൊടിക്കും. അങ്ങനെ 36 ചൈനക്കാരെ കഴുത്തൊടിച്ച് കൊന്നുകളഞ്ഞു ബീഹാർ റെജിമെൻറ്റിലെ നമ്മുടെ പട്ടാളക്കാർ. ചൈനയ്ക്ക് മനസ്സിലായി ഇത് മുതലാവുന്ന കളിയല്ല, ആയുധം വെച്ചാണെങ്കിലും അല്ലാതെയാണെങ്കിലും. അപ്പോൾ ഡോക്ലാമും ഗൽവാനും കഴിഞ്ഞപ്പോൾ ഈവൻ നമ്മൾ കൈലാസ് റേഞ്ചസ് എന്ന് പറയും, കൈലാസ് മാനസരോവരൊക്കെയുള്ള ആ പർവ്വതങ്ങൾ, അതിൻ്റെ പൊക്കത്തിൽ വരെ നമ്മുടെ ടാങ്ക് എത്തി. ചൈനയ്ക്ക് വലിയ അത്ഭുതമായി, ഇത്രയധികം ഇൻ്റലിജൻസും സർവീസും ഒക്കെ ഉണ്ടായിട്ട് ഇന്ത്യ ഇവിടം വരെ കയറി വന്നത് നമ്മൾ അറിഞ്ഞില്ല. ഇന്ത്യക്ക് ആ സമയത്ത് വേണമെങ്കിൽ മാനസരോവർ കീഴടക്കാം, കൈലാസ് മാനസരോവർ ചെയ്തില്ല. ഞങ്ങൾ ഇത്രയും കേപ്പബിളാണ്, പഴയ ഇന്ത്യ അല്ല എന്ന് കാണിച്ചു. അങ്ങനെയാണ് ചൈന അടങ്ങുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈനീസ് വിമാനങ്ങളുടെ, ചൈനീസ് ആൻറ്റി മിസൈൽ സിസ്റ്റത്തിൻ്റെ ഒക്കെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ പറയുന്ന കെൽപ്പൊന്നും അതിനില്ല എന്ന് ലോകത്തിന് മനസ്സിലായി. ഷെയർ മാർക്കറ്റിൽ അവരുടെ ആയുധ കമ്പനികളുടെ ഷെയർ താഴെ പോയി. അപ്പോൾ ഡോക്ലാം, ഗൽവാൻ
ഓപ്പറേഷൻ സിന്ദൂർ, ഈ 3 സംഭവങ്ങളിലൂടെ ചൈനയ്ക്ക് മനസ്സിലായി ഇത് പഴയ ഇന്ത്യ അല്ല. അപ്പോൾ ചൈനക്കാരുടെ ഒരു പഴമൊഴിയുണ്ട്, നിങ്ങൾക്ക് ഒരാളെ ശത്രുവാണ് നിങ്ങളുടെ എന്ന് വിചാരിച്ച് അയാളെ നശിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് അയാളെ സുഹൃത്താക്കി മാറ്റുക എന്നുള്ളതാണ്. ചൈന ഇപ്പോൾ ആ പ്രിൻസിപ്പിളാണ്. ഇന്ത്യയെ ഉടക്കി തോൽപ്പിക്കാൻ പറ്റില്ല, അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ഇന്ത്യയെ സുഹൃത്താക്കി മാറ്റുക. അതുകൊണ്ട് ഇപ്പോൾ ഇന്നാണ് പോകുന്നതെന്ന് തോന്നുന്നു, 3rd ഡെലിഗേഷൻ ചൈനയിലേക്ക് പോവുകയാണ് ഇന്ത്യയിൽ നിന്ന്. മോദി ഷി ജിൻപിങ് തല സമ്മിറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഫസ്റ്റ് ലൈൻ ഡെലിഗേഷൻ്റെ ചർച്ച കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ 2nd ലൈൻ്റെ കഴിഞ്ഞു. ഇന്ന് 3rd ലൈൻ നെഗോസിയേറ്റേഴ്സ് പോവുകയാണ് ഇന്ത്യയിൽ. വളരെ പെട്ടെന്ന് ഡീറ്റെയിൽസൊക്കെ വർക്കൗട്ട് ചെയ്ത് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാനുള്ള നീക്കമാണ്. പാകിസ്ഥാൻ അതേസമയം എങ്ങുമല്ലാതെ നിൽക്കുന്നു. ഒരു സംശയം, SCO ഉച്ചകോടിക്ക് മുന്നോടിയായിട്ട് ഈ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനം നടന്നു. അപ്പോൾ അന്ന് രാജ്നാഥ് സിംഗ് ഈ പഹൽഗാമിനെ അതുമായി ബന്ധപ്പെട്ടൊരു പ്രമേയം അവതരിപ്പിക്കാൻ പറയുമ്പോൾ കേട്ടില്ല, അതുകൊണ്ട് ഒപ്പിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പ്രമേയം വേണമെന്ന് പറയുമ്പോൾ ഐക്യകണ്ഠേന എല്ലാവരും ഒപ്പിടുകയാണ്. അപ്പം ചൈന തിരിച്ചറിഞ്ഞു എന്നാണോ? അതെ, സത്യം. കാരണം രാജ്നാഥ് സിംഗ് ഒപ്പിട്ടില്ല. അതിനു മുമ്പ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉണ്ടായിരുന്നു, അതിൽ ജയശങ്കർ ഇത് തന്നെ പറഞ്ഞു. അതിൽ പിന്നെ ജോയിൻറ്റ് ഡിക്ലറേഷൻ്റെ വിഷയമേ വന്നില്ല. രാജ്നാഥ് സിംഗ് പോയ പ്രതിരോധ മന്ത്രിമാരുടെ മീറ്റിങ്ങിലാണ് ഈ ഡ്രാഫ്റ്റ് കാണിച്ചപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞു, ഇല്ല, ഈ ഡ്രാഫ്റ്റിൽ പഹൽഗാം പരാമർശമില്ല, അതുകൊണ്ട് ഞാനിത് ഒപ്പിടില്ല, അതുകൂടെ ചേർത്താൽ ഞാൻ ഒപ്പിടാമെന്ന്. അന്ന് ചേർക്കാൻ തയ്യാറായിരുന്നില്ല ചൈന. ഇന്നിപ്പോൾ അതേ ചൈന അതേ ക്ലോസ് എഴുതാൻ സമ്മതിച്ചു, നമ്മൾ ഒപ്പിട്ടു. ഇപ്പം ചൈന വെച്ച കാലം പുറകോട്ടെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അത് ആവശ്യമാണ്, അവരുടെ നല്ലതിനും കൂടെ വേണ്ടിയിട്ടാണ്. വെച്ച കാലം പുറകോട്ടെടുക്കുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല. അത് തെറ്റിപ്പോയെങ്കിൽ അത് പുറകോട്ടെടുക്കുക, തെറ്റൊന്നുമില്ല അതിൽ. അപ്പോൾ ചൈനയുടെ അടുത്തും അമേരിക്കയുടെ അടുത്തും ഒരുപോലെ ഒരു കൂറ് കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പാണ് പാകിസ്ഥാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ ചിലപ്പം പൊളിച്ചടുക്കിയെന്ന് പറഞ്ഞു വരുത്താവും. അത് സ്വാഭാവികമായിട്ട് പൊളിഞ്ഞതാണ്. നമ്മളത് പൊളിക്കാനോ എടുക്കാനോ ഒന്നും പോയിട്ടില്ല. ഇതുപോലത്തെ ഇരട്ടത്താപ്പുകൾ കുറച്ച് ദിവസമേ നിൽക്കുകയുള്ളൂ, അപ്പോഴത്തേക്ക് ഇത് പുറത്തു വരുമല്ല. പാകിസ്ഥാൻ ഇപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളവും കിട്ടുന്നില്ല. ഇപ്പോൾ വെള്ളപ്പൊക്കമാണ് അവിടെ. നമ്മൾ ഡാമൊക്കെ തുറന്നു വിട്ടു, അവിടെ വെള്ളം മുങ്ങിക്കിടക്കുക പാകിസ്ഥാനിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.